ഹായ്. അപ്പം ഞാനിന്ന് വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം കണ്ടു. അപ്പം അതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളൊരു കഥ പറയുന്നു. കഥ പറയുമ്പോൾ അത് വളരെ ഷോർട്ടായിട്ടുള്ളൊരു ത്രെഡാണെങ്കിൽ നമ്മളൊരു പക്ഷേ ഡയറക്ടേഴ്സിനൊക്കെ പലപ്പോഴും പറ്റുന്നൊരു വിഷയമാണ്. വലിച്ചു നീട്ടി കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നതനുസരിച്ച് പടം ഒരുമാതിരി അങ്ങ് ബോറായിരിക്കും. പക്ഷെ ഈ കാര്യത്തിൽ ജൂഡ് ആൻ്റണി ജോസഫിൻ്റെ വ്യക്തമായ എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് ഇവിടെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതായത് ഒരൊറ്റ സെൻറ്റൻസ് തീരുന്ന ഒരു കഥ പുള്ളി എന്താ പറയുക ഒട്ടും ലാഗ് ഇല്ലാതെ ഒട്ടും ബോറിംഗ് അല്ലാതെ തന്നെ ചെയ്ത് വെക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് പുള്ളിക്കാരനെ സംബന്ധിച്ച് ഹാറ്റ്സ് ഓഫ്. എനിക്ക് ആ കാര്യത്തിൽ ഒന്നും പറയാനില്ല. പിന്നെ രണ്ടാമത്തെ ഈ കഥയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്മയ മോഹൻലാലിൻ്റെ ഒരു പെർഫോമൻസാണ്. പുള്ളിക്കാരി ഒരു ഡെബ്യൂട്ടൻ്റ് ആക്ടറാണ്. പക്ഷേ എന്താ പറയുക യാതൊരു എന്താ പറയുക ഒരു ഭയമോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ പെർഫോം ചെയ്ത് പോയിട്ടുണ്ട്. എന്നാൽ എക്സെപ്ഷണൽ പെർഫോമൻസിന് എന്തെങ്കിലും ഉണ്ടോ ആ ക്യാരക്ടറിന് ചോദിച്ചാൽ ഇല്ലതാണ്. പക്ഷെ അതിൻ്റെ യാതൊരു ഭയവും അദ്ദേഹം ഒന്നും കാണിച്ചിട്ടില്ല. പിന്നെ നമ്മളിതിൻ്റെ റൂമേഴ്സൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പം ഈ മൂവിക്കായിട്ട് വിസ്മയ കിക്ക് ബോക്സിങ് പഠിച്ചു, മുവാത്തായി പഠിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ധാരാളം റൂമേഴ്സ് കേട്ടിട്ടുണ്ട്. അതെല്ലാം എന്താ പറയുക വെറുതെയായിട്ട് തന്നെ ഈ ഒരു സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ സ്റ്റണ്ട് പെർഫോമൻസ് ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ജോമോൻ ടി ജോൺ ആണ്. അദ്ദേഹത്തിൻ്റെ DOPയും വളരെ മികച്ച രീതിയിൽ തന്നെ ആ ഒരു ആംബിയൻസും മൂഡും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ ക്യാപ്ചർ ചെയ്തിരിക്കുന്നു. ഈ മൂവീസിൽ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു നെഗറ്റീവ്സ് എന്ന് പറയാനില്ല. ഒരു ഡെബ്യൂട്ടൻ്റ് ആക്ടറിൻ്റെ ഒരു മൂവി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു ഓണം അടുപ്പിക്കുന്ന ഈ ഒരു കാലത്തിൽ നിങ്ങൾക്ക് കണ്ടുമാറാവുന്നൊരു നല്ലൊരു ആക്ഷൻ ത്രില്ലർ ഫാമിലി ഡ്രാമ മൂവിയാണ് വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം.